ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത്. ദൈത്യാനാം പരമം ഗുരു, അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി, അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ 120 ദിവസക്കാലത്തോളം. ആ ശുക്രൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് 31 മുതൽ ജൂൺ 29 വരെയുള്ള 29 ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. 1200 ഇടവമാസം 17-ാം തീയതി മുതൽ മിഥുനമാസം 15-ാം തീയതി വരെയുള്ള 29 ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത്. ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു, നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. ഭൗതിക സുഖമാണ്. ആ ശുക്രൻ വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദിഗ്രഹയോഗത്തിൽ. ബുധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ്. പക്ഷേ ശുക്രനും ചൊവ്വയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും. ഭൗതിക സുഖകാരകനായ ശുക്രൻ ചൊവ്വയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം. അസാമാന്യമായ ധൈര്യം, സാഹസം, ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും. ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ. പക്ഷേ പലപ്പോഴും ലെവൽ മാറും. പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത, മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും. ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം. ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ സുതകവും 7, 5, 9-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യമുണ്ടാകും. പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ ഇൻഡസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും. ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണാം സസിത ക്രിയാതികുശലം, വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം. ലോണ്ടറി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം. എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശിയിൽ ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം, വേസ്റ്റ് വാട്ടർ സംഭരിച്ച് 10-30 ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം. അദ്ദേഹം കോടീശ്വരനാണ്. അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം, ജ്യൂസ് വിറ്റ് കാശുണ്ടാക്കാം, ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം. ഇതാണ് ജ്യോതിഷം. ദിഗ്രഹ യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം. ചൊവ്വയോടുകൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോടുകൂടെ നിൽക്കുമ്പോൾ. പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ്. വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു അതിമാനുഷ യോഗമാണ്. ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ, ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂ ഗണപസ്ഥിതേന, നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ദിഗ്രഹ യോഗം. ഏതായാലും മേടൻ രാശി മുതൽ 12 രാശിക്കാർക്കും എങ്ങനെയാണ് ഈ 29 ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. മകംപുരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി.
ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഒരു ഭാവത്തിലാണ്, 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത്രയും കാലം ശുക്രൻ അഷ്ടമത്തിലായിരുന്നു. ആ അഷ്ടമത്തിൽ നിന്ന് ദുർബലമായ 8ാം ഭാവത്തിൽ നിന്നും മാറി ശുക്രൻ എവിടെ വരുന്നു? അതിശക്തമായി ശുക്രൻ 9ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നല്ല പ്രവേശനമാണിത്. ഇതൊരു നല്ല മാറ്റമാണ്. ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 3ാം ഭാവാധിപത്യം, സഹോദര ഭാവത്തിൻ്റെ ആധിപത്യം. അതിനാൽ തൻ്റെ സഹോദരങ്ങൾ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിന്നുകൊണ്ട് ആ ഭാവത്തേക്ക് നോക്കുന്നു. അതിനാൽ തനിക്ക് നല്ല സഹായികൾ, സഹോദരങ്ങൾ, തൻ്റെ അഭിമാനം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുവാനുള്ള നല്ല ഒരു ബുദ്ധിയെയും കൗശലത്തെയും പ്രദാനം ചെയ്യും 9ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. ആ ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ശുക്രന് ദോഷമൊന്നുമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു, ശുക്രൻ ചൊവ്വയോടുകൂടി വരുമ്പോഴുണ്ടാകുന്ന ചില ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പലപ്പോഴും സഹോദരങ്ങളുടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. തൻ്റെ സഹോദരങ്ങൾക്ക് യാത്ര, വിവാഹ തീരുമാനങ്ങൾ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വ്യാപാരത്തിലൂടെ നഷ്ടപ്പെട്ട കാശൊക്കെ മറ്റു രീതിയിൽ തിരിച്ചു വരുന്ന ഒരവസ്ഥ സംജാതമാക്കും ഈ ശുക്രൻ. പിന്നീട് ശുക്രൻ 10ാം ഭാവാധിപനാണ്. അവരുടെ കർമ്മത്തെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളാണ്. എന്താണ് 10ാം ഭാവം? ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, ആജ്ഞാലംബനമേധ സർവം ചിന്യം ദശമത. ദേവാലയങ്ങൾ, മന്ദിരങ്ങൾ, നഗരസഭകൾ, മാർഗാലയങ്ങൾ, തൻ്റെ ഭൃത്യന്മാർ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 10ാം ഭാവം. ഈ 10ാം ഭാവാധിപനായ ഗ്രഹം 9ാം ഭാവത്തിൽ നിൽക്കുന്നു, അതിശക്തമായി നിൽക്കുന്നു. വളരെ നല്ല ഒരു ഫലമാണ് ഈ ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത്. തപസ്വി എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും. വ്യാഴം നിൽക്കുമ്പോൾ അത് കറക്റ്റാണ്, തപസ്വിയാകും. 9ൽ വ്യാഴം വരുമ്പോൾ ബുധൻ വന്നാലും അപ്രകാരമാണ്. പക്ഷേ ശുക്രൻ 9ൽ, പ്രത്യേകിച്ച് മേടൻ രാശിയിൽ വരുമ്പോൾ തപസ്സുണ്ടാകില്ല. ഇദ്ദേഹത്തിന് ധാരാളം ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കാം. വൈഷ്ണവ മാതാജി തുടങ്ങിയ കാശ്മീരിലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഈ മഴക്കാലം, ഈ 29 ദിവസം അദ്ദേഹത്തിന് ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ പോകാം, അതിശക്തമായ ശാക്തേയ സാന്നിധ്യമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകാം. വടക്കൻ മലബാറിൽ കാടാമ്പുഴിയാകാം, ശ്രീ വളയനാട് കാവാകാം, കൊയിലാണ്ടിക്കൊല്ലം പിഷാരിക്കാവാകാം, കൂത്തുപറമ്പ് തിരുവഞ്ചേരി കാവാകാം, മാമാനത്ത് ക്ഷേത്രമാകാം ഇരിക്കൂറിൽ, മാടായിക്കാവാകാം കണ്ണൂരിൽ, അതിശക്തമായ കളരിവാതുക്കൽ ക്ഷേത്രമാകാം, അല്ലെങ്കിൽ നീലേശ്വരത്ത് മന്ദംപുറത്ത് കാവാകാം. ഇതൊക്കെ ഭദ്രകാളി വിധാനമായ ക്ഷേത്രങ്ങളാണ്. അതിനാൽ ഈ വക ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് വഴിപാടുകളും മുട്ടറക്കലൊക്കെ ചെയ്താൽ തൻ്റെ ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരമാകും. 9ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലമാണ് ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭൃഗോ ത്രിത്രികോണേ പുരേകേന പൗരാഹ കുസീതേന യേ വൃദ്ധിരസ്മൈ ദധീരൻ. ഇത് കർമാധിപനായ ശുക്രൻ 9ൽ നിൽക്കുന്നു. പലിശ കൊണ്ട് ഭാഗ്യമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ധാരാളം പലിശ കാശ് കിട്ടും. അത് ധനം കൊടുത്ത് പലിശ വാങ്ങണം എന്നൊന്നുമില്ല. ഏത് രീതിയിലാകാം? ഗാംബ്ലിംഗ് ആകാം, ബാങ്കിങ് ഷെയർസ് എടുക്കാം, അതാണ് പലിശ. ബാങ്കിങ് ഷെയർസ് ആകാം, മെഡിക്കൽ ഷെയർസ് ആകാം. അതിനാൽ ധനപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് ധാരാളം കാശുണ്ടാക്കാം. ഗൃഹം ജായതേ സസ്യ ധർമ്മധ്വജിത്വ. താൻ ധാർമ്മികതയുടെ കൊടിപിടിച്ച് തൻ്റെ വീടിനെ എന്താക്കും? തൻ്റെ വീട്ടിൽ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. ആ ഗൃഹവും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെടുന്ന തൻ്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ അഭിമാനത്തോടുകൂടി തനിക്ക് തലയുയർത്തി നടത്താൻ സഹായിക്കും ഒരു വ്യക്തി 9ലെ ശുക്രൻ. സഹോത്ഥാതി സൗഖ്യം, സഹോദരങ്ങൾക്ക് എല്ലാ സുഖവും ലഭിക്കും. ശരീരെ സുഖം ച, തൻ്റെ ശരീരത്തിന് സുഖം ലഭിക്കും. ഫിസിക്കലി, സെക്സ്, മെറ്റീരിയൽ ആയ എല്ലാ സുഖങ്ങളും ലഭിക്കും. അത് മേടത്തിലെ ശുക്രനാണ്. അതിനാൽ പലപ്പോഴും സൗഹൃദങ്ങൾ, സ്ത്രീ സുഹൃത്തുക്കൾ, അവിചാരിതമായി പെട്ടെന്ന് വന്നു വീഴുന്ന സൗഹൃദങ്ങൾ, അത് പിന്നെ വലിയ ശാരീരികമായ മാനസികമായ ബന്ധത്തിനപ്പുറം ശാരീരികമായ ബന്ധത്തിലേക്കൊക്കെ പോകും. അവിടെ നാണമോ മാനമോ ഒന്നും മേടൻ രാശിയിലെ ശുക്രൻ ചിന്തിക്കില്ല. ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ, കാരണം പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക് 7ൽ രാഹു, അഷ്ടമത്തിൽ ശനിയാണ്. ദാമ്പത്യം വളരെ മോശപ്പെട്ട് കിടക്കുന്ന സമയമാണ്. പല സ്ഥലത്തും ഭാര്യയെ വിട്ട് ദൂരത്ത് ജോലിക്ക് പോയ സമയമാണ്. അവിടെ പലപ്പോഴും 7ൽ രാഹു വരുമ്പോൾ അന്യമതത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ ജാതി അല്ലാത്ത ജാതിയിൽപ്പെട്ട സ്ത്രീകൾ വരും. അത് ശാരീരികമായ ബന്ധത്തിലേക്കൊക്കെ നയിക്കും. ഈ 9ലെ ശുക്രൻ സ്ത്രീ സുഖം ലഭിക്കും. തനിക്ക് ലസ്റ്റ്, കാമം, മദനം, ഇത് 9ലെ ശുക്രൻ തരും. ആർക്ക്? ചിങ്ങം
രാശിക്കാർക്ക് പുതിയ പ്രണയങ്ങൾ, പ്രണയബന്ധങ്ങൾ, ഭാര്യയുമായിട്ടല്ലാത്ത ചില റിലേഷനിൽ, ബന്ധങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കും. ഇതുവരെ ഒതുങ്ങിക്കൂടിയ വ്യക്തിക്ക് പെട്ടെന്ന് ചില സൗഹൃദങ്ങളിൽ അട്രാക്ഷൻ ഓപ്പോസിറ്റില്ല വ്യക്തികളോട് തോന്നുന്ന സമയമാണ്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ 29 ദിവസക്കാലം ശുക്രൻ്റെ രാശിവശാലുള്ള, ചാരവശാലുള്ള മാറ്റം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.